ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മളൊരു വ്ളോഗാണ്, ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റാണ്, ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു എന്നൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡാണ് കേട്ടോ ഇത്. ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കിയത്, ചിക്കൻ ഫ്രൈഡ് റൈസ്. പക്ഷേ അത് സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന അത്രയും വന്നില്ല കേട്ടോ. റൈസ് ഇത്തിരി കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ജീരകശാല റൈസും കൊണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് മറ്റു നീളൻ റൈസ് ഉണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഇതിപ്പോൾ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ ഒരു റൈസ് ഇച്ചിരി ഒന്ന് ഉടഞ്ഞു പോയി, ഒത്തിരി വെന്ത് പോയി കേട്ടോ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വൈകുന്നേരം ഇത് രണ്ടും ഒന്ന് ചൂടാക്കണം. റൈസ് ഒന്ന് ചൂടാക്കി ഒപ്പം ചില്ലി ചിക്കൻ ഒന്ന് ചൂടാക്കി, എന്നാൽ വേറെ പണികളൊന്നുമില്ല. അപ്പോൾ എനിക്ക് എന്തായാലും സ്നാക്സ് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഞാനൊന്ന് നല്ലോണം ഒന്നങ്ങ് കിടന്ന് ഉറങ്ങി. അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുങ്ങൾ കുറേ നേരമായി ചായ വെക്കാൻ പറയണം. അപ്പോൾ ഞാൻ മടിഞ്ഞൊക്കെ ഇരുന്നേച്ച് പിന്നെ എഴുന്നേറ്റ് വന്ന് ചായ ഉണ്ടാക്കാം, ഒപ്പം എന്തെങ്കിലും ഫ്രഞ്ച് ഫ്രൈസോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിൻ്റെ ആ ഒരു പണിപ്പുരയിലായിരുന്നു. അപ്പോഴാണ് ഞാൻ എന്തായാലും വീഡിയോയും കൂടി എടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ വെച്ച് തന്നില്ല എന്നും പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കാപ്പി എടുത്ത് കുടിക്കണേണല്ലേ. ഫാൻ ഇട്ടിട്ട് എനിക്ക് തണുക്കണ കുഞ്ഞു, എന്താണെന്നറിയില്ല. പക്ഷെ ഇന്ന് മഴ പെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് നല്ല തണുപ്പ്. ചായ ഞാൻ വെച്ച് തരില്ലേ, പാൽ ചായ കുടിക്കില്ല. അതാണ് അതേ കട്ടൻ കാപ്പി എന്നോട് അരിശത്തിനെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ കൊള്ളില്ലേ? മധുരമില്ല? മധുരം ഉണ്ടോ? അത് നല്ലോണം ഇട്ട് കലക്കിയിട്ടുണ്ടെന്ന് തോന്നല്ലേ പഞ്ചസാര? ഉണ്ടോ മധുരം? എന്നോട്ടെ. ഇല്ല, മധുരമില്ല. എനിക്ക് നല്ല മധുരം വേണം. മധുരം കുറവാ. എടി കുഞ്ഞു, അധികം മധുരം ഇടാൻ പാടില്ലാന്ന്. അത് ഞാൻ എനിക്ക് മധുരം, നീ അധികം മധുരം ഇട്ട് കുടിക്കണത്. അവിടെയൊക്കെ ഇട്ടോ. എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമുള്ളൂ അല്ലേ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടറ്റോ എല്ലാം അരിഞ്ഞിട്ട് ഒന്ന് ചൂടുവെള്ളം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ചൂടാക്കിയിട്ട് അതിലൊന്ന് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ കുറച്ച് കപ്പലണ്ടിയും കൂടി വറുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ ഒക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നല്ല മഴയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഈ കപ്പലണ്ടിയും കട്ടൻ ചായയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്കൊരു എന്താ പറയുക, ഒരു സുഖമാണല്ലോ അങ്ങനെയൊക്കെ ഇരിക്കാൻ. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, നല്ല വെയിലായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് മഴയൊക്കെ മാറി നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വറുത്തെടുത്തു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും എടുക്കുക. അപ്പോൾ കുഞ്ഞൊക്കെ കുറേ നാളായി പറയണം, അമ്മ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ എപ്പോഴൊന്നും ഇത് ഉണ്ടാക്കാറില്ല കേട്ടോ. ഈ എണ്ണയിൽ പൊരിച്ചതൊക്കെ ഞാൻ അധികം അങ്ങ് ഒഴിവാക്കിയാണ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇന്ന് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും ഒന്ന് റെഡിയാക്കി. ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാരമില്ല, പാവങ്ങൾ എന്നോട് വഴക്കിട്ട് കട്ടൻ ചായയൊക്കെ തന്നെ തിളപ്പിച്ച് കുടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് മൈദയും കൂടി അതിൻ്റെ കൂടെ ഒന്ന് നമ്മളെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് വെള്ളം ഒന്ന് ഒപ്പിക്കളയണം കേട്ടോ. ഒരു തുണിയും കൊണ്ടിട്ട് ഒപ്പിക്കളഞ്ഞിട്ട് സാധാരണ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. എന്നിട്ട് കുറച്ച് മൈദയും മുളക് പൊടിയൊക്കെ ഒന്ന് തൂവിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല ക്രിസ്പി ആകുമ്പോഴത്തേനും ഒന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു കോരുന്ന സമയത്ത് നല്ലൊരു ഒച്ച കേൾക്കാം, ഇങ്ങനെ കിരികിരാന്നുള്ളൊരു ഒച്ച നമുക്ക് കേൾക്കും. അത്രയും നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഉരുളക്കിഴങ്ങ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് തണുത്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊന്ന് തണുത്ത് പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ കുഞ്ഞുവാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഇത് കിച്ചണിൽ വന്നിട്ട് കണ്ണനും വന്ന് ഓരോന്ന് എടുത്ത് തിന്ന് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചായയുടെ സമയമാകുമ്പോഴത്തേനും അത് ഉണ്ടാവുമോ എന്നറിയില്ല. ഞാനപ്പോൾ കുറച്ച് ചായയും കൂടി വെച്ചു കേട്ടോ. ഒരു നല്ലൊരു കടുപ്പത്തിലൊരു ചായ കുടിക്കണം എന്ന് എനിക്കും തോന്നി. അപ്പോൾ എന്തായാലും ചായയും കൂടി എടുത്തു. പിടിച്ചേ. ഓക്കെ, കപ്പലണ്ടി ആണോ? കപ്പലണ്ടി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ചായക്കുള്ള സ്നാക്സ് നല്ല ചൂട് കപ്പലണ്ടി, അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ്. പക്ഷെ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് തളർന്ന് പക്ഷെ ടേസ്റ്റ് നല്ലതാണ്. കാരണം മറ്റേത് ടൊമാറ്റോ സോസ് ഉണ്ട്.
ഇല്ല എടുത്തോ. ടൊമാറ്റോ സോസൊക്കെ പിന്നെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീരും. കുഞ്ഞൊരാള് അങ്ങ് ഫിനിഷ് ആക്കിക്കോളും. വേണം. കുപ്പി കാലിയായി. ഞാൻ കടയിൽ പോയപ്പോഴത്തേന് ശ്യാമിനോട് പറഞ്ഞായിരുന്നു ഒരു വലിയ കുപ്പി ആ വലിയ കുപ്പി ടൊമാറ്റോ സോസ് അതിൻ്റെ ആവശ്യമില്ല, വെറുതെ ചീത്തയ്ക്ക് കളയും. ഇതിന് മുന്നേ വാങ്ങിച്ച് വെറുതെ കഴിക്കൂലെന്ന് പറഞ്ഞിട്ട് കുപ്പി ഇപ്പൊ 15 ദിവസമായുള്ളൂ, 18 ദിവസമായുള്ളൂ കുപ്പി കാലിയായി. അപ്പോൾ ഒരു ഒന്നുമില്ലാണ്ട് കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എന്നോട് വഴക്കിട്ട് ഒറ്റയ്ക്ക് കാപ്പിയും തിളപ്പിച്ച് കുടിച്ച്. നേരത്തെ തുടങ്ങിയ കുഞ്ഞിനോട് പറയണം അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിത്താ. പക്ഷെ എനിക്ക് എന്താണ് ഞാനിപ്പോൾ കിടന്ന് ഉറങ്ങി ഇത്തിരി ഉച്ച കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കഴിഞ്ഞാൽ ഒരു ക്ഷീണം വരില്ല. അപ്പോൾ അങ്ങനെ ക്ഷീണമൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടാണ് കേട്ടോ. ഇന്നലെ പക്ഷെ ഞങ്ങൾ ഈ സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സിനിമയ്ക്ക് പോകണാര് മനസ്സിലായ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊക്കെ എന്താ പറഞ്ഞാൽ നമുക്കൊക്കെ കഥകളൊക്കെ അറിയാം, കുറെ പ്രാവശ്യം കണ്ടിരിക്കുന്നതുകൊണ്ട് എന്താണ് എന്നുള്ളത് അറിയാലോ, അങ്ങനൊരു ഇതല്ല. പക്ഷെ എങ്കിലും അത് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കുട്ടികൾക്കും വേണമെന്ന് തോന്നിയോണ്ടാണ് പണ്ടേ കാണിച്ചത്. എല്ലാവരും പോയി കാണണം. ആ പാട്ടൊക്കെ നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ചെന്നാൽ കിട്ടാത്തൊരു നല്ലൊരു അനുഭവമാണ് ഇപ്പൊ നല്ല പാട്ടുകൾ കേട്ടോണ്ടിരിക്കുക. ഇപ്പോഴത്തെ സിനിമയിലെ പാട്ടുകളൊന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണേ ഇല്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ എല്ലാം ഒന്നും ഇപ്പോഴത്തെ സിനിമയിലെ പാട്ട് ഏതാന്ന് പോലും എനിക്ക് അറിയാൻ പറ്റണില്ല. അതേസമയം നല്ല പാട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ ഇതൊക്കെ ആ എഴുതി കാണിക്കുമ്പോ തൊട്ടുള്ള ആ എഴുതി കാണിക്കുമ്പോഴുള്ള പാട്ടുകൾ വേണ്ട ആ പാട്ടൊക്കെ അതൊക്കെ ഒരു കേട്ടിട്ട് കുറെ നാളായി ആ പാട്ടൊക്കെ. അപ്പൊ അതിലുള്ള എല്ലാ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു പണ്ടത്തെ ആ ഒരു ഓർമ്മകളൊക്കെ വരും. ഞാൻ ഇതിൽ പറഞ്ഞ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 93-ലാണ് കേട്ടോ അതിലിങ്ങനെ എഴുതി കാണിച്ചത്. അത് റിലീസായത് 93-ലാണ്. 93-ൽ ഞാൻ 5ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ സിനിമ റിലീസാണത്. കുഞ്ഞിപ്പോൾ 7ാം ക്ലാസ്സിലായി. കുഞ്ഞിനേലും ചെറുതായിരുന്നു അമ്മ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എല്ലാം ഓർമ്മയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ TV-യിൽ വന്ന് കണ്ടിട്ടുള്ള ആ ഒരു ഇതിലായിരുന്നു. അപ്പൊ എന്തായാലും വീഡിയോ എന്തെങ്കിലും എടുക്കണമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാ. ഉച്ച കഴിഞ്ഞിട്ടുള്ളതൊക്കെ സ്നാക്സ് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. ഇന്നിപ്പോ നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ലൈക്കും ഷെയർ ഒന്നും ചെയ്യണമെന്നില്ല, ലൈക്ക് ഇഷ്ടമുള്ളവർ ചെയ്തോളൂ. ഞാൻ എല്ലാ വീഡിയോയിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയും, പക്ഷെ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നു പോകാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.